സംസ്ഥാനത്ത് സാമ്പത്തിക നിയന്ത്രണത്തിന്റെ ഭാഗമായി വിദേശയാത്രാ വിലക്കിനിടെ 4 ഉദ്യോഗസ്ഥരെ ജർമ്മനിക്ക് അയച്ചു സർക്കാർ. പ്രദർശനത്തിൽ പങ്കെടുക്കാനാണ് 4 ഉദ്യോഗസ്ഥരെ ജർമ്മനിയിലേക്ക് അയച്ചത്. വിവരങ്ങളുമായി വി അരുണൊപ്പം ചേരുന്നു. അരുൺ, ഇന്നലെ ഇന്നോവ ക്രിസ്റ്റ വാങ്ങാൻ 1,30,00,000 രൂപ അനുവദിച്ചു. ഇന്നിപ്പോൾ വിദേശയാത്രയ്ക്ക് 4 ഉദ്യോഗസ്ഥരെ ജർമ്മനിക്ക് അയച്ചിരിക്കുന്നു. ഈ ധൂർത്ത് നിർബാധം തുടരുന്നുവെന്നോ? അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കാരണം സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക നിയന്ത്രണമാണ്. കോവിഡിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം ഇതുവരെ കരകയറിയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ആ നിയന്ത്രണങ്ങൾ ഒരു വർഷം നീട്ടിക്കൊണ്ട് കഴിഞ്ഞ 9-ാം തീയതി സർക്കാർ ഉത്തരവിറക്കിയത്. അതിനിടയിലാണ് ഇപ്പോൾ 4 ഉദ്യോഗസ്ഥരെ കൂടി വിദേശയാത്ര കർശനമായി നിയന്ത്രിക്കുമ്പോൾ 4-ാം തീയതി ഇറക്കിയ ഉത്തരവ് തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് മറികടന്നുകൊണ്ടാണ് 4 ഉദ്യോഗസ്ഥരെ മെഡിക്കൽ എക്സിബിഷനിൽ പങ്കെടുക്കാൻ ജർമ്മനിയിലേക്ക് അയച്ചത്. 4 പേരും ജർമ്മനിയിലേക്ക് പോയി കഴിഞ്ഞ് ഇത്തരത്തിൽ കൃഷ്ണ സൂചിപ്പിച്ച പോലെ 4 ഇന്നോവ ക്രിസ്റ്റ കാർ വാങ്ങാൻ ഇന്നലെ തീരുമാനമെടുത്തതാണ്. അത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന് ഒരു വശത്ത് പറയുന്നു, നിയന്ത്രണങ്ങൾ ഘടിപ്പിക്കുമെന്ന് ഉത്തരവിറക്കുന്നു. അത് മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ധൂർത്തെന്ന് വേണം പറയാൻ. മന്ത്രിമാരുടെ കാറുകളുടെ കാര്യത്തിൽ ഒരുപക്ഷെ നേരത്തെ തന്നെ കാറുകൾ കാലാവധി കഴിഞ്ഞ തരത്തിലുള്ള റിപ്പോർട്ട് ടൂറിസം വകുപ്പ് അടക്കം കൊടുത്തിരുന്നു. പക്ഷേ ഇത്തരത്തിൽ എന്തിനാണ് വിദേശയാത്ര പ്രദർശനത്തിൽ പങ്കെടുക്കാൻ നിയന്ത്രണങ്ങൾ മറികടന്ന് എങ്ങനെ വിദേശയാത്രയ്ക്ക് അനുമതി നൽകിയെന്ന കാര്യമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. അതായത് ഈ സ്വന്തം ഉത്തരവ് സ്വയം മറികടക്കാൻ തക്ക വിധം അത്രയ്ക്ക് അത്യാവശ്യമുള്ള ഒരു യാത്രയാണോ ഇത്? അങ്ങനെ കരുതാൻ വയ്യ. സംസ്ഥാനത്തെ മെഡിക്കൽ മേഖലയിലെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നാണ് ഈ യാത്രയുടെ ഒരു ഉദ്ദേശമായി ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അപ്പുറത്തേക്ക് എന്തെങ്കിലും അടിയന്തര പ്രാധാന്യമുള്ള യാത്രയാണെന്ന് കരുതാൻ നിവൃത്തിയില്ല. ശരി, വി അരുൺ.